ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നത് റാസ്ത നോറ ബീച്ച്. ഇന്ന് നമുക്ക് ചാടി അർമാദിക്കാം ഇതില് ബീച്ചിലിട്ടോ. അപ്പം നമ്മൾ ബീച്ചിലായിട്ടാണ് പോകുന്നത്. ആ ബീച്ച് വളരെയധികം ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവിടെ എല്ലാവരും പോയി ചാടി കുളിക്കാറുണ്ട്. പിന്നെ അത് തികച്ചും ലീഗലായിട്ട് ഉള്ളൊരു പരിപാടിയാണ്. അവിടെ ചാടിക്കുളിയും പിന്നെ അവിടെ പോയി എല്ലാം മുങ്ങുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ നമ്മളിത് റാസ്ത നോറ ബീച്ചിൽ എത്തിക്കഴിഞ്ഞു. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ്. അടുത്ത് തന്നെ നല്ല പാർക്കും പിന്നെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ലക്ഷ്യം അതല്ല, നമുക്ക് വേഗം പെട്ടെന്ന് വെള്ളത്തിലെത്തണം. അപ്പം ഇനി ഡ്രസ്സ് മാറ്റാനുള്ള പരിപാടി നോക്കണം. നമുക്ക് ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ കുറച്ച് വാട്ടർ, പിന്നെ ഒരു ടീ, അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളത്തിലൊക്കെ ചാടി വരുമ്പോൾ ഒരു വിശപ്പുണ്ടല്ലോ. വെള്ളത്തിൽ ചാടുന്നവർക്ക് അറിയാം, കുളത്തിൽ നീന്തുന്നവർക്കൊക്കെ അറിയാം, നമുക്ക് നല്ല വിശപ്പുണ്ടാവും ചാടിക്കഴിഞ്ഞാൽ. നമ്മൾ അതൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നസീമും പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാമെന്നുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. പിന്നെ ഈ സ്ഥലം ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല വൈഡ് സ്പ്രെഡായി കിടക്കുകയാണ്. പിന്നെ അതാ ഇത് നോക്കൂ, ഇതെന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിലുള്ള ചാണകപ്പുഴു അല്ലേ ഗൈസ്? ചാണകത്തിലൊക്കെ ഈ പുഴു ഉണ്ടാകലുണ്ട്. അപ്പോൾ ഈ പുഴുവിനെ കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. ഇതെന്താ ഇവിടെ? അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തി. നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ കളറാണിത്. നല്ല ഒരു സ്കൈ ബ്ലൂ കളറാണിത് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു വൈറ്റ് സാൻഡായിട്ടാണിത്. പിന്നെ നല്ലൊരു ഓളാണ് ഇതിനുള്ളത്. അധികം തിരമാല അല്ലാതെ നല്ലൊരു ചെറിയ തിരമാലയൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു ഓളേ അതിനുള്ളൂ. പിന്നെ ഒരുപാട് ആളുകളൊക്കെ അപ്പുറത്താണുള്ളത്. അവിടെയാണ് എല്ലാവരും കുളിക്കുന്നത്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നല്ല ഒരുപാടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. നമുക്ക് നല്ല പ്രൈവസിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാമല്ലോ. അപ്പോൾ അതാകുമ്പോൾ നല്ല സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇറങ്ങാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. കാരണം നേരം ഇപ്പോൾ ഒരു 5 മണി ഒക്കെ ആയിട്ടുണ്ട്. 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ഇരുട്ടായി തുടങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചു. ഞങ്ങൾ രണ്ടാളും നല്ല തീറ്റയിലാണ് ഗൈസ്. ലബീബക്ക് പിന്നെ കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞു, അവളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നല്ല ബിരിയാണി, ചില്ലി ചിക്കനൊക്കെ കഴിക്കുകയാണ്. പിന്നെ അത് റോക്കറ്റല്ല, ഹെലികോപ്റ്റർ പോണ കണ്ടോ ഗൈസ്? അങ്ങനെ നമ്മൾ കടലിൻ്റെ മേലെ കൂടെ ഒക്കെ ഹെലികോപ്റ്റർ പോണേ കണ്ടു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടി, ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി അടിച്ച് പൊള്ളിച്ച് ഇറങ്ങുകയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ടൈം ഇപ്പോൾ ഞങ്ങൾ വരാൻ കാരണം തന്നെ ചൂട് കുറച്ച് കുറവാണ്. ചൂട് കുറഞ്ഞ സമയത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ നല്ല ചൂടുള്ള ടൈമാണ്. മാക്സിമം ഒരു 42 ഡിഗ്രിയൊക്കെ വരെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ രാത്രിയാവും. അപ്പോൾ നമ്മൾക്ക് വേഗം ഇറങ്ങി. രാത്രിയിൽ ഇവിടെ ചാടാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അവർ ഹോൺ അടിക്കും എന്നൊക്കെയാണ് പറയാറ്. എല്ലാവരോടും കയറാനൊക്കെ പറയുന്നതാണ് പറയൽ. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം ഇറങ്ങുകയാണ്. നമ്മൾ നല്ല എക്സൈറ്റ്മെൻറ്റിൽ ഇറങ്ങുകയാണ്. ഞാനിതുവരെ എനിക്ക് കടലിലൊക്കെ നീന്തുക എന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ കടലിലൊക്കെ നല്ല തിരമാലാണല്ലോ. കടലിറങ്ങിക്കഴിഞ്ഞാൽ നീന്താൻ അറിയുന്നവർക്ക് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ കടലിൽ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ കടലിൽ നീന്താൻ നമുക്കറിയില്ലെങ്കിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നീന്താൻ അറിയാം. അപ്പോൾ കടലിൽ നീന്താൻ പ്രത്യേക ഒരു പരിശീലനം തന്നെ വേണമെന്നാണ് പറയാറ്. അപ്പോൾ ഇവിടെ ആർക്കും അങ്ങനെ പ്രത്യേകിച്ചൊരു മുൻഗണന ഒന്നുമില്ല. ആർക്കും ഇറങ്ങാൻ പറ്റും. നീന്തറിയുന്നവർക്കും നീന്തറിയാത്തവർക്ക് വേണമെങ്കിൽ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ഗൈസ്, ഞങ്ങളിതാ ഇറങ്ങുകയാണ്. അത് അവരിറങ്ങിക്കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ ആദ്യം കുറച്ചൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീ എന്നൊക്കെ പറഞ്ഞിട്ട്. ബ്ലൂ സീ ആണ്, ബ്ലൂ വെള്ളമാണ്. പിന്നെ അതുപോലെ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. നമ്മളിതിൽ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ ബോഡി ഇതിൽ തെളിഞ്ഞിങ്ങനെ കാണുക. അങ്ങനെ ഒരു മെച്ചം കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഓർമ്മ സാറേ, ലബീബക്ക് നീന്തറിയില്ല. അയ്യോ, വെള്ളമായി. ഇനി വെള്ളമാവുള്ളതാണല്ലോ. ലബീബക്ക് നീന്തറില്ല. അതുകൊണ്ട് നമുക്ക് ലബീബിനെ നീന്തം പഠിപ്പിക്കാം. ലബീബ കുളത്തിലൊന്നും അല്ല നീന്തം പഠിക്കാൻ പോണോ. ഇനി ലബീബ നീന്തം പഠിക്കാൻ പോണത് കടലിലാണ് ഗൈസ്. അതും സൗദി അറേബ്യ കടലിലാണ് ലബീബ നീന്തം പഠിക്കാൻ പോണത്. അപ്പൊ ലബീബക്ക് ഇനി കുളത്തിലും നീന്താൻ അറിയില്ല, കിണറ്റിലും നീന്താൻ അറിയില്ല. ആകെ അറിയാൻ കടലിൽ നീന്താൻ അറിയണ്ടാവുള്ളൂ. ലബീബ ഇനി നാട്ടിലത്തെ കുളവും കിണറ കണ്ട ലബീബ എനിക്ക് നീന്താൻ അറിയില്ല. ഞാൻ കടലിൽ നീന്താണെന്ന് അറിയും. ഞാൻ കടലിൽ മാത്രമേ നീന്താറുള്ളൂ. ഗൈസ്, ലുക്ക് അറ്റ് ദർ ഗൈസ്. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ആൾക്കാർ വേണം കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ബൈ. അങ്ങനെ ഗൈസ്, നേരം ഇരുട്ടായി. അങ്ങനെ ഞങ്ങൾക്ക് ഇരുട്ടത്തെ വൈബും കിട്ടി, വെളിച്ചത്തെ വൈബും കിട്ടി. അപ്പം ഇതാ ലബീബ ഇങ്ങനെ ജംഷി നീന്തം പഠിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇതാ ഇവിടെ ഇങ്ങനെ അവിടെ പിന്നെ നീന്തറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ വലിയ സംഭവമായിട്ട് കടൽ എന്നൊക്കെ പറഞ്ഞിട്ട് നീന്തുന്നുണ്ട്. പക്ഷേ എനിക്കൊരു പേടി. എൻ്റെ ഫോണാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഫോൺ ഇങ്ങനെ ഇതിൽ പോകുമ്പോൾ വെള്ളത്തിലിങ്ങനെ ആകുമ്പോൾ എനിക്ക് സങ്കടം വരികയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇത് അർമാദിച്ചൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി സീ ആട്ടോ. നല്ല സൂപ്പർ
സൂപ്പറായിട്ടുള്ള വെള്ളം, പിന്നെ നല്ല ഉപ്പ്, പിന്നെ കടലാവുമ്പോൾ നല്ല ഉപ്പുണ്ടല്ലോ, അപ്പോൾ നമുക്ക് മുങ്ങുമ്പോഴൊക്കെ കണ്ണിങ്ങനെ എരിയുന്നുണ്ട്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ആ സംഭവം അടിപൊളിയായിരുന്നു ഗൈസ്. ഒക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് കയറി ഞങ്ങൾ ഇനി റിട്ടേൺ പോവുകയാണ്. നല്ല രസമുള്ള കടലാണ് റാസ് നൗറ ബീച്ച്. അപ്പോൾ ഞങ്ങളിനി റിട്ടേൺ തിരിച്ചു പോവാണ്. നല്ല എൻജോയ് ഒക്കെ ചെയ്തു, സൂപ്പറായി. സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു നെക്സ്റ്റ് വ്ളോഗ്.